ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കൂടെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സ്വന്തം അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അവളെ ചവിട്ടി പുറത്തിറക്കി. നിറത്തിന്റെ പേരിൽ അവളെ പലതവണ അപമാനിച്ചു. എന്തിന്, സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ഭർത്തൃ വീട്ടുകാർ വിവേചനം കാണിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂരിൽ ആറ്റിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോളുടെയും മക്കളുടെയും കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം 3-4 ദിവസങ്ങൾക്ക് മുന്നെയാണ് ഏറ്റുമാനൂർ ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ദിവസം എന്തിനായിരുന്നു ജിസ്മോളും മക്കളും കൂടെ ജീവനൊടുക്കിയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അടുത്ത ദിവസം ജിസ്മോളുടെ അച്ഛൻ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയും അതിൽ ഭർത്തൃ വീട്ടിൽ അവൾക്ക് അനുഭവിക്കേണ്ടി കാര്യങ്ങളും പീഡനങ്ങളും ഒക്കെ അച്ഛൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭർത്തൃ വീട്ടിൽ ജീവനൊടുക്കിയെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നത്. എന്നാൽ പോകെ പോകെ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുറത്തു വന്ന റിപ്പോർട്ട് കാരണം ജിസ്മോളുടെ മരണം ആത്മഹത്യയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നു. ആ രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ജിസ്മോളുടെ സുഹൃത്ത് നിള എന്നൊരു യുവതി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് നിളയും ജിസ്മോളും ഒരു ഹോസ്റ്റലിലായിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ് ഇവർ തമ്മിലുണ്ടായത്. പിന്നീട് ആ ബന്ധം വർഷങ്ങളോളം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാലത്ത് ജിസ്മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിള എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പൊ എന്തായാലും ജിസ്മോളുടെ കുറെ കാര്യങ്ങൾ നിളയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ ഈ കാര്യത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കാനും ഏറ്റവും അനുയോജ്യമായ വ്യക്തി നിള തന്നെയാണ്. ജിസ്മോളുടെ ദാമ്പത്യ ജീവിതത്തിലെ തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം നിളക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്ക് എന്തായാലും നിള എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ആദ്യമായി നിള പറഞ്ഞ കാര്യം എന്നത് ജിസ്മോൾക്ക് വിവാഹാലോചന വന്ന സമയത്ത് ഭർത്തൃ വീട്ടിൽ പോയി സംസാരിച്ചത് നിളയായിരുന്നു. അതിന് കാരണവുമുണ്ട്. ജിസ്മോൾ കെട്ടാൻ പോകുന്ന ചെറുക്കനായിട്ടുള്ള ജിമ്മി വലിയൊരു പൈസക്കാരനായിരുന്നു, നല്ല കാശും കയ്യിലുണ്ട്. ജിസ്മോൾ ആണെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടിയും. സ്വാഭാവികമായിട്ടും ഒരു കാശുള്ള വീട്ടിലോട്ട് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുവിടുമ്പോഴുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, അതിനനുസരിച്ചുള്ള സ്ത്രീധനവും കൊടുക്കണമല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് നിള ആ വീട്ടിൽ പോയത്. പക്ഷെ നിള സംസാരിക്കാൻ പോയ സമയത്ത് ജിമ്മിയുടെ വീട്ടുകാർ കൊടുത്ത മറുപടി നമുക്ക് സ്ത്രീധനമൊന്നും വേണ്ട, നമുക്ക് പെണ്ണിനെ മാത്രം മതി എന്നാണ്. ആയിക്കോട്ടെ, സന്തോഷം എന്ന് പറഞ്ഞ് ജിസ്മോളുടെ വീട്ടുകാർ ജിസ്മോളെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവരുടെ വിധം അങ്ങോട്ട് മാറി. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതിനെക്കുറിച്ച് നിള പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം. പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതൊക്കെ ഞാനും കൂടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവിടെ ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ശരിയാവുമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷെ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അതാരാണ്, ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ചത്. ഓക്കെ, അതാണ് സ്ത്രീധനം വേണ്ട പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞ ടീമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതും പറഞ്ഞൊരു പെണ്ണിനെ ദ്രോഹിക്കുക, എന്താ ഞാൻ ഇതിനൊക്കെ പറയുകയല്ലേ. ഒരുപക്ഷെ ജിസ്മോളെ സ്വീകരിക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിരിക്കുമല്ലോ. സാധാരണ ഒരു വീട്ടിലോട്ട് പെൺകുട്ടിയെ കെട്ടിച്ചയക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ. അതേപോലെ തന്നെ ജിസ്മോളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവർ വിചാരിച്ച സംഭവം കിട്ടാത്തത് കൊണ്ട് ഹാലിളകിയതായിരിക്കും, അല്ലാണ്ട് ഒരു കാരണവും ഞാനിവിടെ കാണുന്നില്ല. എന്നാൽ ഇതിനുശേഷമെല്ലാം ജിസ്മോൾക്ക് ഒരു കുഞ്ഞ് ജനിക്കും. പക്ഷെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം വീണ്ടും പ്രശ്നം രൂക്ഷമായി. പക്ഷെ അത് കുഞ്ഞ് ജനിച്ചത് കൊണ്ടല്ല കേട്ടോ. പക്ഷെ ആ സമയത്ത് തന്നെ വേറൊരു സംഭവം കൂടി നടന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ. ഇവളുടെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്കും അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കൂടെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം, കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. ഇല്ല ഇല്ല, അവള് സെറ്റ് വന്നിട്ട് ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. കുഞ്ഞുമായിട്ടോ? ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട്, കുഞ്ഞിനെ അവർ കൊടുത്തില്ല. ഓ ശരി. അങ്ങനെ
അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ? ഞാൻ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു? പറഞ്ഞു ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചൊന്നും പറഞ്ഞില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാൻ ഒക്കത്തില്ല എന്ന്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് പറയുക ഭാര്യയുടെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് ഭാര്യനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്തിറക്കുക. ഇതൊക്കെ കേട്ടിട്ട് തന്നെ ലോകത്തെ ആദ്യത്തെ സംഭവമായിരിക്കും അല്ലെ. അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ച സമയത്ത് ഭർത്താവായിട്ടുള്ള ജിമ്മിയുടെ വീട്ടുകാർ കുടുംബത്തെ നല്ല രീതിയിൽ അപമാനിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഏതൊരു പെണ്ണാണെങ്കിലും കുടുംബത്തെ അപമാനിച്ച് സംസാരിച്ചാൽ കേട്ടിരിക്കില്ലല്ലോ. ജിസ്മോൾ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടാവണം. അതായിരിക്കും അവളെ ചവിട്ടി പുറത്താക്കാനുള്ള യഥാർത്ഥ കാരണം. അല്ലാണ്ടൊരു കാരണവും ഞാനിവിടെ കാണുന്നില്ല. എന്തായാലും ഒരു പിഞ്ചു കുഞ്ഞുള്ള പെൺകുട്ടിയെ പെരുവഴിയിലോട്ടൊക്കെ ഇറക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരുണിമേനെ ഒന്നും ഇറക്കി വിട്ടില്ല, അതേപോലത്തെ ഒരു സെറ്റപ്പ് പാതിരാത്രിക്ക് ഇറക്കി ചവിട്ടി പുറത്താക്കിയില്ലേ അതേപോലെ. നിങ്ങൾ ഇവരുടെ ഒന്നും മനസ്സൊന്നും ആലോചിച്ച് നോക്കിയേ. എന്തായാലും ജിസ്മോളുടെ അച്ഛൻ അമ്മ ജീവിച്ചിരിക്കുമ്പോ തന്നെയാണോ മറ്റൊരു വിവാഹം കഴിച്ചത്, അല്ലാണ്ട് അമ്മ മരിച്ചതിന് ശേഷമാണോ എന്നൊന്നും വ്യക്തമല്ല. എങ്ങനെയാണെങ്കിലും അതൊന്നും ജിസ്മോളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അവിടെ ജിസ്മോൾ എന്ത് കഴിച്ചു അല്ലേ? ഈ ജിമ്മിയുടെ വീട്ടുകാരുടെ പ്രവൃത്തി കേട്ടാ തോന്നും ജിസ്മോൾ മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമാണെന്നാണ് തോന്നുന്നത്. ചവിട്ടി പുറത്താക്കാൻ ഓരോരോ കാരണങ്ങളല്ലേ. ചിലപ്പോ കാലങ്ങളോളം ജിസ്മോളെ എങ്ങനെ ചവിട്ടി പുറത്താക്കുമെന്നുള്ള കാരണം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും ഈ കാരണം കിട്ടിയത്. അവസാനം ഇങ്ങനെ ഒരു കാരണം വീട് കിട്ടിയപ്പോ ചവിട്ടി അങ്ങ് പുറത്താക്കി. എന്തായാലും കുറച്ചു കഴിഞ്ഞ് വീണ്ടും ജിമ്മിയുടെ വീട്ടുകാർ ജിസ്മോളെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. അവൾ അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി വീണ്ടും ജിസ്മോൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. അപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി. അതിനെക്കുറിച്ച് നിളയെന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. ഉണ്ട്. പിന്നീട് രണ്ടാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോ അവളെ നോക്കാതെ അവളുടെ അമ്മായിയമ്മ ലണ്ടനിൽ പോയി അവരുടെ മോളെ കൊച്ചിനെ നോക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ സമയങ്ങളിൽ അവള് നല്ല ടെൻഷൻ അനുഭവിച്ചു. 2 പിള്ളേരും അവളുടെ അമ്മായിച്ചിന് സുഖമില്ല, ഈ പയ്യന് ജോലിക്ക് പോകണം, അവൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ ആ സമയത്ത് ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷനാണ്, വല്ലാതെ പ്രശ്നമുണ്ട്, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അത് അന്ന് പിന്നെ ഞങ്ങൾ കുറെയൊക്കെ പറഞ്ഞ് അത് പിന്നെ സോൾവ് ആയി. പിന്നെ മൂന്നാമതൊരു തവണ വിളിച്ചിട്ട് അത് ഈ ഒരു 8-9 മാസം മുമ്പാ ജിമ്മി അടിച്ചു, ശരിക്കും ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യായിരുന്നു. എന്നിട്ട് അവൻ രാവിലെ ഇറങ്ങിപ്പോയി, ഇനി രാത്രി തിരിച്ചു വരുമെന്ന് പോലും അറിയത്തില്ല. ആകെ പ്രശ്നങ്ങളാണ്, അവളടുത്ത് ആർക്കും ഒരു സ്നേഹമില്ല, അവളുടെ മക്കളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ആണല്ലേ പേരമക്കളോട് പോലും ഇങ്ങനെ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ ജിസ്മോളുടെ അമ്മായിമ്മയുടെ ഒരു മെന്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലരൊക്കെ അങ്ങനെ ഉണ്ട് സത്യത്തിൽ. ജിസ്മോൾ പോട്ടെ, ജിമ്മിയുടെ മക്കളല്ലേ അവർ രണ്ടുപേരും. ആ ഒരു പരിഗണനയെങ്കിലും ആ അമ്മായിയമ്മക്ക് കൊടുത്തൂടെ? ജിസ്മോളെ കണ്ട കണ്ണിലൂടെ തന്നെയാണ് ആ തള്ള 2 പേരമക്കളെയും കണ്ടത്. അവരോട് വിവേചനപരമായി തന്നെയാണ് ആ തള്ള പെരുമാറിയിരുന്നത്. ഒരുപക്ഷെ അതൊക്കെ തന്നെയാകണം ജിസ്മോൾ ജീവനെടുക്കാൻ തീരുമാനിച്ച സമയത്ത് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത്. തന്റെ മരണശേഷം മക്കളോടും അമ്മായിയമ്മ വളരെ മോശമായി പെരുമാറി. അത് കാരണം മക്കളും ഒരുപാട് അനുഭവിക്കുകയും ചെയ്യുമെന്നും ആ പെണ്ണ് ചിന്തിച്ചു കാണും. പക്ഷെ അതൊന്നും ഒരു ന്യായീകരണമല്ല, അത് വേറെ കാര്യം. ആരുടെയും ജീവനെടുക്കാൻ ഇവിടെ ആർക്കും ഒരു അവകാശവുമില്ല, അത് അമ്മയാണെങ്കിലും ശരി. ഇവിടെ ജിസ്മോൾ മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. നിറത്തിന്റെ പേരിൽ പോലും അമ്മായിയമ്മ അപമാനിക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നീള മറ്റൊരു ചാനലൊന്നും സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ കേട്ടിട്ട് വരാം. പിന്നെ ഇടയ്ക്ക് ഈ 24 കണ്ണിന്റെ എന്നോട് ചോദിച്ചു ഇതുപോലെ 2 മക്കളിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇളയാളിനെയാണ്, അവൾ ക്യൂട്ടാണല്ലോ എന്നാണ് പറഞ്ഞു. ചേച്ചിക്കും പറഞ്ഞ വിവേചനമുണ്ടോ? എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം, മൂത്തനെ ആർക്കും താല്പര്യമില്ല, കറുപ്പിന്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ്. സ്മോയുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ, തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു. അപ്പൊ അത് ശരി, നിറത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം തന്നെ ചിന്തിക്കണമായിരുന്നു. ജിസ്മോളുടെ നിറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ജിസ്മോളെ കെട്ടാൻ പാടില്ലായിരുന്നു. ഈ ജിമ്മിക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് വല്ല തിമിരോ വല്ലതും ഉണ്ടായിരുന്നു? നല്ലോണം നോക്കിയും കണ്ടും ഇന്ന കളറായിരുന്നു എന്നൊക്കെ ആലോചിച്ചു വേണ്ടേ കെട്ടാൻ? പിന്നെ എന്തിനാണ് മൈരെ കെട്ടിയതിനു ശേഷം നിറത്തിന്റെ പേരും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് അവളുടെ നിറം ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ കണ്ണിന് പിടിച്ച നിറമുള്ള ഒരു പെണ്ണിനെ കെട്ടണമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടുകയും ചെയ്തു, എന്നിട്ട് അവസാനം നിറത്തിന്റെ പേരിൽ അവളെ അവഹേളിക്കുകയും ചെയ്യുന്നു. ഇതിനൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. എന്തായാലും കേട്ടെടുത്തോളം വളരെ ദുഷ്കരമായിട്ടുള്ള ജിസ്മോളുടെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനം, നിറത്തിന്റെ പേരിലുള്ള പീഡനം, അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചപ്പം അതിന്റെ പേരിലും പീഡനം, 2 മക്കൾ ജനിച്ചപ്പോ വീണ്ടും അതിന്റെ പേരിൽ പീഡനം. ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവഹേളിച്ചു. ഇതിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് അവൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു കാണും ഇനി ജീവിതത്തിന് അർത്ഥമില്ല എന്ന്. എന്തായാലും ജിസ്മോളുടെ ശവസംസ്കാര സമയത്ത് ഭർത്താവായിട്ടുള്ള ജിമ്മിയെ കാണിക്കുന്നുണ്ട്. ആശാൻ ഭയങ്കര കരച്ചിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വള്ളിച്ചിറ ചെറുകരപ്പള്ളിയിലെ
ജിസ്മോളുടെയും മകളുടെയും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തിയത്. നിരവധിയായ ആരോപണങ്ങളാണ് ഭർത്താവ് ജിമ്മിക്കെതിരായി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ മോളുടെ പിതാവും സഹോദരനും നൽകിയത്. തൻ്റെ സഹധർമ്മിണിയെയും 2 പിഞ്ച് കുഞ്ഞുങ്ങളെയും കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ജിമ്മയെയാണ് ഇപ്പോൾ കാണുന്നത്. മിടുമിടുക്കിയായ ജിസ്മോളെ പോലെ ഒരു പെൺകുട്ടിക്ക് പിറന്ന 2 കുട്ടികളോടൊപ്പം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ജിമ്മി ജീവിതത്തിൽ ഇന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നതാണ് സത്യം. സഹോദരിമാരുമായി ജിസ്മോൾ വഴക്കിലെത്തുമ്പോൾ ജിമ്മി ഇടപെടുന്നതും അവളുടെ സൈഡിൽ നിൽക്കാതെ സഹോദരിമാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോൾ കൊടുക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കുക. ആശാന് നല്ല ദാഹം കാണും. അമ്മാതിരി പ്രവർത്തികളല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവന്റെയൊക്കെ ഈ സങ്കടത്തോടുകൂടിയുള്ള ഇരിപ്പ് കാണുമ്പോൾ ഉണ്ടല്ലോ 2 ചെവിക്കല്ല് നോക്കി കൊടുക്കാനാ തോന്നുന്നത്. എന്തായാലും ഇവന്റെ ഈ കരച്ചിൽ ക്യാമറ കാണുമ്പോൾ ഈ അഭിനയമാണോ എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയാണല്ലോ ഇവന്റെ പ്രവൃത്തികൾ. സ്വന്തം ഭാര്യയെ രാത്രി ചവിട്ടിപ്പുറത്താക്കി ഇവനാണോ ഭാര്യയുടെ മരണസമയത്ത് ഇരുന്ന് മോങ്ങുന്നത്? എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.